ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോഗ് ഹാബി. അപ്പൊ ഗൈസ്, നമ്മൾ കുറെ നാൾക്ക് ശേഷം ആട്ടോ വ്ലോഗിലൂടെ തിരിച്ചു വരുന്നത്. ഇനി നമ്മൾ മാക്സിമം ഡെയിലി വ്ലോഗ് ഇറക്കാനൊരു പ്ലാനൊക്കെ ഉണ്ട്. നമ്മൾ അതിനുവേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പൊ നമ്മളിന്ന് വീഡിയോ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വെള്ളത്തിലാണ്. മൊത്തം വെള്ളത്തിൽ പറഞ്ഞാൽ വീടിന്റെ അകത്തൊന്നും വെള്ളം കയറിയിട്ടില്ല, എന്നാലും നമ്മുടെ ചുറ്റുപാടും ഒക്കെ മൊത്തം വെള്ളമാണ്. നിനക്ക് സ്കൂളിൽ പോകണം, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. വീട്ടിൽ നിന്ന് വണ്ടി വരുന്ന ആൾക്കാരോടൊപ്പം വള്ളത്തേക്ക് ഇറങ്ങിട്ട് വണ്ടി പോകേണ്ട അവസ്ഥ. ശരിയല്ലേ, പണ്ട് ഇതുപോലെ തന്നെ അക്കരെ വണ്ടി വെക്കാൻ പറ്റത്തുണ്ട്. ഇല്ല, സീനില്ല. അനുവാദം ഉള്ളവർക്ക്, ഇപ്പുറത്തോട്ട് പോകുന്നവർക്ക് അനുവാദമില്ല. പോയിട്ട് വരാൻ വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ അപ്പുറം അമ്മച്ചി. അടുത്ത ജെറിയാണ് ഞാൻ കേറിയാണ്, പക്ഷെ ഇവരും സമ്മതിക്കത്തില്ല. ഞാൻ എനിക്ക് ഇത്രയും ധൈര്യം ഉള്ളതുകൊണ്ട് ഗൈസ്, നമ്മുടെ ഇവിടെ മട വീഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ മൊത്തം ഇതുപോലത്തെ ചാക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ഗൈസ്, ഇവിടെ വെള്ളം കൂടിയപ്പോഴത്തേക്ക്, തോട്ടിൽ വെള്ളം കൂടിയപ്പോഴേ അവിടുത്തെ പ്രഷർ കൊണ്ട് ഇവിടെ ചാക്ക് ഇപ്പുറത്തോട്ട് പോയ കേട്ടോ. ചാക്ക് മൊത്തം ഇടിഞ്ഞ് ഇപ്പുറത്തോട്ട് പോയി. അത് കാരണമാണ് നമ്മുടെ തോട്ടിലെ വെള്ളം എല്ലാം അടിച്ച് കണ്ടത്തിലോട്ട് കയറിയത്. കണ്ടത്തിൽ വെള്ളം കയറാനുള്ള എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണിച്ചു, ഇപ്പൊ നമ്മൾ പോകുമ്പോൾ കാണിച്ചു നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ മൊത്തം വെള്ളമാണ് കേട്ടോ. നമ്മുടെയൊക്കെ അവിടെ ഒരിക്കലും വെള്ളം കയറാത്തതാണ്. ഈ മഴയുടെ ഒറ്റ സീൻ കാരണം മൊത്തം വെള്ളമാണ്. ഞാനും ചെറിയ ഇന്നലെ വെള്ളം കയറിയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചേ ഉള്ളു. എന്തിനാണ് ചെറിയ സ്കൂളിൽ പോകണ്ട ഗൈസ്. ഗൈസ്, ഇതിനകത്ത് ഈ പ്രാവശ്യം 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു യുവാവാണ് കേട്ടോ ജെറി. നല്ല ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു. ജെറി പറഞ്ഞോ, CBSE എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞോടാ? 90% ഗൈസ്, അത് വലിയൊരു മാർക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഞാൻ CBSE 10 കൊല്ലം പഠിച്ചിട്ട് +1 അഡ്മിഷൻ എടുക്കാൻ വന്നപ്പം 90% മാർക്ക് മേടിച്ചിട്ട് പോലും എനിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. എന്ത് 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 സൊസൈറ്റിയാണ് നമ്മുടെ, എന്ത് എഡ്യൂക്കേഷൻ. ഗൈസ്, നിങ്ങൾക്ക് അതിന്റെ കാരണം തന്നെ അറിയാം അഡ്മിഷൻ കിട്ടാത്തതിന്റെ. നമ്മുടെ ഇവിടെ CBSE പഠിച്ചിട്ട് നമ്മൾ സർക്കാർ സ്കൂളിലോട്ട് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേറ്റിന്റെ സ്കൂളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% മാർക്ക് കുറയ്ക്കുകയും അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ. അത് കാരണം അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. CBSE പിള്ളേർക്ക് എപ്പോഴും ഒരു അവഗണന, അവരെ മാറ്റി നിർത്തുന്ന ഒരു, ഇത്ര മാർക്ക് ഉണ്ടായിട്ട് പോലും ഇതാണ് അവസ്ഥ. വെരി പ്യുവർ ഗൈസ്. ഇപ്പോൾ തോട്ടിലെ വെള്ളവും കണ്ടത്തിലെ വെള്ളം തമ്മിലെല്ലാം നല്ല ഈക്വൽ ആട്ടോ. ഒരു വ്യത്യാസം പോലും ഇല്ലാതാണ് വെള്ളം കിടക്കുന്നത്. നമുക്കിനി നമ്മുടെ വീടിൻ്റെയൊക്കെ അവിടുത്തെ വെള്ളം കുറയണമെങ്കിൽ ആകെയുള്ളൊരു ആശ്രയം എന്ന് വെച്ചാൽ തോട്ടപ്പള്ളി സ്പിൽവേ മാത്രമാണ് കേട്ടോ. തോട്ടപ്പള്ളി സ്പിൽവേ വലിച്ചാലേ നമ്മുടെ കണ്ടത്തിലെ അല്ല ഈ തോട്ടിലെ വെള്ളം കുറയത്തുള്ളൂ. തോട്ടിലെ വെള്ളം കുറഞ്ഞാലേ കണ്ടത്തിലെ വെള്ളം കുറയത്തുള്ളൂ. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ ഇതുവരെ തുറന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കൊന്നും അതിനെപ്പറ്റി അറിയത്തില്ല. അത് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നാലും എങ്ങനെ ഒരു 1-2 ദിവസം കഴിയാതെ നമ്മുടെ ഇവിടുന്ന് ഒഴുക്ക് പിടിക്കത്തില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ ചിലവരൊക്കെ പറയുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കത്തില്ല, മറ്റേ ഈയിടെ എന്തോ കണ്ടെയ്നറിന്റെ എന്താണ്ടൊക്കെ വിഷയം ഉണ്ടായതുകൊണ്ട് മറ്റേ കണ്ടെയ്നറെല്ലാം കടൽ തീർന്ന് അത് അടുക്കാതെ ഈ ഇത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കത്തില്ലെന്നും പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്തോന്ന് നമുക്കൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അത് കാരണം നമുക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാനും പറ്റത്തില്ല. ഈ കളക്ടർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ തോട്ടപ്പള്ളി സ്പിൽവേ മുങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ രക്ഷിക്കണം. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുകയാണ്. സ്കൂളുകളടക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. വെള്ളം തുറന്നിടാൻ സ്കൂളുകൾക്ക് അവധി കൊടുക്കാം, അതിന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നും ഇല്ലല്ലോ. അഭിപ്രായമൊന്നും ഇല്ലല്ലോ. പഠിപ്പിക്കണം 1 മാസം മാത്രം. വെള്ളം കയറിയല്ലോ മൊത്തം. അവിടെ കയറിയോ? അവിടെ വെള്ളം കയറിയോ? ആണോ? വീടിന്റെ ഒക്കെ അവസ്ഥ എടുക്കണം. നമ്മുടെ ജോലിയിലെ കപ്പകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഗൈസ്, ഇവിടെ മൊത്തം കപ്പയൊക്കെ വെള്ളത്തിൽ വീണ് കിടക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ വെച്ച കപ്പകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഈ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മിക്കവാറും അത് മൊത്തം ചോടോടെ ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് ഇസയും ഡെന്നിയും തമ്മിൽ പരിപാടിയൊക്കെ? സെറ്റായല്ലോ, നീയോട്ട് മിങ്കിളായല്ലോ. ഭയങ്കര കമ്പനിയായി ഡെന്നിയായിട്ട് കമ്പനിയായി കേട്ടോ ഗൈസ്. ഗൈസ്, ഇനി നമ്മളെ വീടിന്റെ അവസ്ഥയൊക്കെ നമ്മളെ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. മൊത്തം വെള്ളത്തിലാണ്. മൊത്തം വെള്ളത്തിൽ പറഞ്ഞാൽ വീടിന്റെ അകത്തൊന്നും വെള്ളം കയറിയിട്ടില്ല, എന്നാലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ മൊത്തം വെള്ളമാണ്. നമ്മൾ കുറെ ചെടികളും മരങ്ങളൊക്കെ ഈയിടെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വെള്ളത്തിനടിയിലാണ്. കുറെ മുന്തിരിയും ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതെല്ലാം കുറെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വെള്ളത്തിനടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
മിക്കവാറും ഈ വെള്ളം 2-3 ദിവസത്തിനുള്ളിൽ ഇറങ്ങിയില്ലേ മിക്കവാറും മൊത്തം ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പൊ 2-3 ദിവസം തന്നെ വേണ്ട, ഇന്ന് തന്നെ വെള്ളം മൊത്തം കടന്നു കഴിഞ്ഞാൽ അത് മൊത്തം ചീഞ്ഞു പോകും. 19 അതുപോലെ എനിക്ക് ഒരെണ്ണം പോലും തിന്നാൻ പറ്റില്ല. എന്ത് ലോകമാണ് ആകപ്പാടെ ഒരു ചെടി ഒരു കായ പിടിക്കുന്നു. 2 ചെടി ചെടിയുണ്ട്, പക്ഷെ ഒരെണ്ണത്തിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. കള്ളം പറയുന്നത് ഇവർക്കൊന്നും വേഗമൊന്നും ചെയ്യാനൊന്നും ഇല്ല. പുല്ല് പോലും തിന്നാൻ പറ്റത്തില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് ഗൈസ് ഇവരുടെ അവസ്ഥ ഇനി ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ പോത്തുകളായതുകൊണ്ട് എനിക്കൊന്ന് വെള്ളത്തിൽ നീന്തുകയൊക്കെ ചെയ്യും. വേണേ നീന്തി എന്റർടൈൻമെന്റ് നിങ്ങൾ കണ്ടെത്താം. ഗൈസ് ഇതിനെ എനിക്ക് തോന്നുന്നു അവരുടെ ഉടമസ്ഥക്കാര് വെള്ളത്തിൽ നിന്ന് കരയ്ക്കാണ്ട് കെട്ടി. ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ട്, ഒരു വീടിന് വേണ്ടി ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരുന്നതാണ്. അതിന്റെ വീട് പണിയൊന്നും കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയൊന്നും ഇല്ല. അവിടെ മാത്രം ഇനി വെള്ളം കയറിയിട്ടില്ല കേട്ടോ. അത് കാരണം അവിടെ എത്ര പൊങ്ങിക്കിടക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ട്. ടർഫിന് സമമായിരുന്നു ഇത്. എത്ര നേരം നോക്കിയ പ്ലേയേഴ്സ് ആയിട്ട്. ഈ തെങ്ങെല്ലാം ആയിരുന്നു നമ്മുടെ എതിർ പ്ലേയേഴ്സ്. ഇവരെ ഓരോരുത്തരെയും വെട്ടിച്ച് ഇവരെ ഓരോരുത്തരെയും മറികടന്ന് വേണമായിരുന്നു നമുക്ക് ഗോളൊക്കെ അടിക്കാൻ. നിങ്ങൾക്ക് പറ്റുമോ ഗൈസ് ഇതുപോലെ? മണ്ണൊക്കെ പറിക്കേണ്ട ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ അവസ്ഥ കണ്ടത്. സ്റ്റെപ്പ് വരെ വെള്ളം കയറി. മൊത്തം വെള്ളത്തിലാണ് ഗൈസ്, ഒന്നും പറയാനില്ല ഗൈസ്. ഒരു സ്റ്റെപ്പ് വെള്ളം കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പെരക്കകത്തൊക്കെ വെള്ളം കയറും കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ തോട്ടിലെ വെള്ളത്തിൻ്റെ വിഷയ കാരണം അല്ല നമ്മുടെയൊക്കെ അവിടെ വെള്ളം കയറിയേക്കുന്നത്. നമ്മുടെ ആ മട വീണേക്കുന്നതുകൊണ്ട് കണ്ടെത്തിന്ന് വെള്ളം കയറിയതാണ് ഈ കാണുന്നതെല്ലാം. തോട്ടിനും കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഇവിടെ മൊത്തം മുങ്ങിപ്പോകും കേട്ടോ. അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട്. നിന്റെ അവസ്ഥയെ പറ്റി പറയടാ. അതെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഞങ്ങൾ വെള്ളത്തിലോട്ടാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഇവിടെ മൊത്തം വെള്ളമാണ്. ഇതാണ് ഇവിടുത്തെ മൊത്തം അവസ്ഥ ഗൈസ്. ഇതൊരു വീട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇവരൊക്കെ ഇനി നീന്തി വേണം വീട്ടിലോട്ട് പോകാൻ. ടാസ്ക്കാണ്. ഗൈസ് സത്യം പറഞ്ഞാൽ നമുക്കേ ഉള്ളു കേട്ടോ കുറച്ചതിനും ഭാഗ്യമുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളുടെ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചതിനും പൊക്കമുള്ള വീട് ഞങ്ങളുടെ ഇവിടെ കേട്ടോ. അത് കാരണം ഞങ്ങളുടെ ഇവിടെ അത്രയ്ക്ക് വെള്ളം കയറാൻ ചാൻസ് കുറവാണ്. എന്നാലും പറമ്പിലെല്ലാം കയറും. ഇതുണ്ട് മുറ്റത്തും കുറച്ച് വെള്ളമുണ്ട്, എന്നാലും വലിയ സീനില്ല. ഗൈസ് നമ്മുടെ കൂട്ടിലെ മിമ്മി അവിടെ തന്നെ കിടക്കുക കേട്ടോ, പുറത്തോട്ട് ഇറക്കാൻ പറ്റാതെ. മഴയായിട്ട് നനഞ്ഞ് കിടക്കുവാണ്. എന്നാൽ അവളുടെ മോള് കുരിപ്പാണ് ഈ വെള്ളത്തിൽ കൂടെ എല്ലാം ചാടിയും പറഞ്ഞ് നടക്കുവാണ്. കൂട്ടി കേറി നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് വെച്ച് അടി കടലാസ് റോസയില്ല. ഇത് മൊത്തം ചീഞ്ഞ് പറഞ്ഞു പോകും, നല്ല ചാൻസ് ഉണ്ട്. നമ്മളിവിടുത്തെ ചട്ടികളെല്ലായിടത്തും നമ്മൾ ഓരോ കട്ടയുടെ മണ്ടയ്ക്ക് കയറ്റി വെച്ചേക്കും കേട്ടോ. ദൈവമേ ഒന്നും ചീഞ്ഞു പോകായിരുന്നു മതിയായിരുന്നു. എടാ ഗൈസ് ഇനി നമ്മൾ നമ്മുടെ പറമ്പിലോട്ടാണ് പോകുന്നത്. പറമ്പിലൊക്കെ മൊത്തം വെള്ളം കേട്ടോ, ഒന്നും പറയാനില്ല. മൊത്തം വെള്ളം കരുത്. പപ്പര, ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരി, പേരക്ക, മാങ്ങ, എന്തുമായത്. ഇതിനകത്ത് ഒരു കാ പോലും എനിക്ക് തിന്നാൻ പറ്റില്ല ഗൈസ്. നിൽക്കുന്നു ഇത്രയും കൂട്ട് എല്ലാം ചീഞ്ഞു പോകുന്നു ഗൈസ്. ഈ കാണുന്ന ഒരു മുന്തിരിങ്ങയായിരുന്നു കേട്ടോ, നമ്മൾ ഈയിടെ പുറത്തുനിന്ന് മേടിച്ചു വെച്ചതാണ്. അത് മിക്കവാറും മൊത്തം ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. മെലിബിന് നല്ല വിഷമമുണ്ട്. കാര്യം ഇത് കണ്ടോ, ഇതിനകത്ത് ഈയിടെ പൂവൊക്കെ ഇട്ട് തളിരൊക്കെ ഇട്ടാണ്, മൊത്തം ഇലയൊക്കെ സെറ്റായി വന്നതാണ്. നമ്മൾ ഈയിടെ ഇതിന് പടങ്ങിടാൻ പോവുകയായിരുന്നു. മിക്കവാറും അതിന് മുമ്പ് ഇതെല്ലാം ചീഞ്ഞു പോകും ഗൈസ്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈയിടെ 2 എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം ഈയിടെയാണ് 2 വർഷം കാത്തു കഴിഞ്ഞാണ് ഗൈസ് ഇതിനകത്ത് കായ ഇടുന്നത്. നിങ്ങൾക്കിത് കാണരുത്, ഇതിനകത്ത് മൊത്തം കായിട്ട് നിൽക്കുവാണ്. ബട്ട് ഇത് നോക്കിയതേ, അതിൻ്റെ ചോട് നിൽക്കുന്ന വെള്ളത്തിലാണ്. ഇതിൻ്റെയൊക്കെ ഇത് വേറെ അല്പപ്രാണിയാണ് ഗൈസ്. ഇത് കണ്ട് ഇതിൻ്റെ ഇലയൊക്കെ ഭയങ്കര അല്പപ്രാണിയാണ്. ഇത് നല്ല ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കുക ഗൈസ് പോവല്ലെന്ന്. ഗൈസ് നമ്മൾ ഈ പപ്പരയ്ക്ക പറിച്ചുകൊണ്ടിരുന്നത് വലിയൊരു തോണ്ടിയൊക്കെ വെച്ചുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. ഭയങ്കര പാടായിരുന്നു പറിക്കാൻ. നമുക്കിനി കഷ്ടപ്പെടാനൊന്നും ഇല്ലത്, അങ്ങനെ താഴെ എന്ന് വേണമെങ്കിൽ പറിച്ചെടുക്കാം. ഭയങ്കര സിമ്പിൾ, ഒന്നും പറയാനില്ല. ഈ പപ്പരയുടെ പൊക്കം നമ്മുടെ 2 പപ്പരക്കാണ് ഒരെണ്ണം കിടക്കുന്നു. എന്തോരം പപ്പരക്കായിരുന്നു അറിയാവോ. ഇവിടുത്തെ എല്ലാ വീട്ടുകാർക്കും നമ്മൾ കൊടുക്കുമായിരുന്നു പപ്പരക്കായി കൊടുക്കുമായിരുന്നു. മൊത്തം പോയി ഗൈസ്. ഈ കാണുന്നത് നമ്മുടെ കോഴിക്കൂടായിരുന്നു കേട്ടോ, അതും ഒരടിച്ച് പൊളിഞ്ഞിട്ടുണ്ട് പപ്പരയ്ക്ക് വീണ്. നമ്മുടെ ആടെല്ലാം തണുത്ത് വെച്ച് കൂട്ടി തന്നെ കയറി നിൽക്കുക കേട്ടോ.
അതാണ് നമ്മൾ നെറ്റ് കഴിക്കാത്ത. എല്ലാണും സേഫ് ആയിട്ട് തന്നെ കൂട്ടി നിൽപ്പുണ്ട്. ഇത് കണ്ട ഗൈസ് പാഷൻ ബോട്ട്, അതിൻ്റെയും തൈ നിൽക്കുന്നത് വെള്ളത്തിലാണ്. അതും മിക്കതും ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. റംബൂട്ടാൻ നിൽക്കുന്ന ഇപ്പൊ ഇതൊക്കെ എത്ര കൊതിച്ചിടുന്നു ഒരെണ്ണായാലും തിന്നാൻ വേണ്ടി. ഇത് ഗൈസ് ഈ നിൽക്കുന്ന ഒരു റംബൂട്ടാൻ്റെ ഒരു തൈയാണ്. അതും മിക്കതും ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി ഓരോ വീട്ടിലും പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കിപ്പോഴും ഈ മരവും ചെടിയൊക്കെ പോയതിനാണ് നമുക്ക് വിഷമം. പക്ഷെ ഓരോരുത്തരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ എന്തൊക്കെയാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ മരത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പേര് വാങ്ങി വിഷമിക്കുന്ന കുറച്ച് അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ബട്ട് അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ വീടായിരിക്കും മുടിഞ്ഞ് കിടക്കുന്നത്. ഒന്നും പറയാനില്ല ഗൈസ്. മൊത്തം വെള്ളം കയറി കഴിഞ്ഞാൽ ഇതാണ് സീനാണ്. നാട്ടുകാരുടെ എപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ മൊത്തം പെട്ടുപോകും. എല്ലാവരും ഇപ്പോൾ വെള്ളത്തിൽ ഇവിടുത്തേക്ക് മിക്ക വീടും ഇത്രയും പൊക്കം പോലും ഇല്ലാത്ത വീടുകളുണ്ട് ഗൈസ്. അപ്പോൾ അവയെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഈ പെരക്കാത്തൊരു വീട് ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആൻറ്റിയുടെയൊക്കെ വീട്ടിൽ. അവരുടെയൊക്കെ ഫ്രിഡ്ജൊക്കെ പൊക്കി മണ്ടക്കോട്ടൊക്കെ കയറ്റി വയ്ക്കാൻ മൊത്തം സീനാണ് ഗൈസ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇനിയും നമുക്ക് ആകെയുള്ള ആശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മറ്റേ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കണം. എന്നാലും നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഒന്നും വെള്ളം കുറയാൻ ഒരു വഴിയില്ല. നമുക്ക് ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അതെ ഗൈസ്, ഇതുപോലത്തെ ഇനി ബാക്കി നമ്മൾ ഇതിൻ്റെ പോലത്തെ ഇനി വീഡിയോസ് ഇനി നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.